ഏറ്റവും ഒടുവിലായി വരുന്ന റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ ലാഹോറിൽ തുടർച്ചയായ 3 ഇടങ്ങളിൽ സ്ഫോടനമുണ്ടായി എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ഒരു മിസൈൽ ആക്രമണമല്ല, അതൊരു ഡ്രോൺ ആക്രമണമാണ് എന്നാണ് അവിടെ പാകിസ്ഥാനിലെ ആ ഒരു പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഇന്ത്യ തങ്ങളെ നിരന്തരം ആക്രമിക്കുന്നു എന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. അതേസമയം ഈ ഒരു ആക്രമണം ഇന്ത്യ ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല. ഇതൊരു ഡ്രോൺ ആക്രമണമാണെന്നും ഇതിൽ ഇന്ത്യക്ക് ഇതുമായി ബന്ധപ്പെട്ടൊരു പങ്കുണ്ട് എന്നും പറയുന്നില്ല. അതേസമയം ലാഹോർ, സിലാക്കോട്ട്, കറാച്ചി എന്നിവിടങ്ങളിലെ വ്യോമത്താവളങ്ങളെല്ലാം ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. അടിയന്തരമായി അടയ്ക്കാനുള്ളൊരു നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. മറ്റൊരു കാര്യം, ഈ ഒരു സ്ഫോടനത്തിൽ ആളുകൾ പരിഭ്രാന്തരായി ഓടുന്ന ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പുറത്തു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലങ്ങളിലെല്ലാം കൂടുതൽ പാക് സേനയെ വിന്യസിച്ചിരിക്കുകയാണ്. ഇനിയൊരു ആക്രമണം ഉണ്ടായാൽ തങ്ങിച്ചടിക്കാൻ തങ്ങൾ പ്രാപ്തരാണ് എന്ന് കാണിക്കാൻ വേണ്ടി അവിടുത്തെ സൈന്യത്തെ വിന്യസിച്ചിരിക്കുകയാണ്. എന്നാൽ ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും ഇത്തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായതായി ഇന്ത്യൻ സേന സ്ഥിരീകരിക്കുന്നില്ല. പക്ഷേ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യക്ക് ലഭിക്കുന്ന ഒരു പിന്തുണ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ തങ്ങളെ നിരന്തരമായി ആക്രമിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടി പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ഒരു നടപടിയായി വേണമെങ്കിൽ ഇതിനെ നമുക്ക് വ്യാഖ്യാനിക്കേണ്ടി വരും. അത് UN-ലാണെങ്കിലും ശരി തന്നെയാണ്, അമേരിക്കയുടെ ഭാഗത്തു നിന്നാണെങ്കിലും ശരി തന്നെയാണ്. ചൈന പോലും ഈ ഒരു ആക്രമണത്തിൽ നിഷ്പക്ഷ നിലപാടാണ് സ്വീകരിച്ചത്. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ഇന്ത്യയെ കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ മറ്റു തരത്തിൽ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുകയോ അല്ല ചൈനയും ചെയ്തത്. നിഷ്പക്ഷ നിലപാടാണ് ചൈനയും സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ മറ്റ് ലോകരാജ്യങ്ങളുടെ സപ്പോർട്ട് നേടുക എന്ന് പറയുന്നത് പാകിസ്ഥാന് അനിവാര്യമായൊരു കാര്യം തന്നെയാണ്. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, പാകിസ്ഥാൻ എന്ന് പറയുന്നത് സാമ്പത്തികമായി വളരെയധികം തകർന്ന തരിപ്പണമായൊരു രാജ്യമാണ്. സൈനിക ശക്തിയുണ്ട് എങ്കിൽ കൂടി ആണവായുധം പ്രയോഗിക്കാനുള്ളൊരു ശേഷിയുമുണ്ട്. പക്ഷേ അങ്ങനെ ഒരു പ്രയോഗം ഇന്ത്യ എന്നല്ല ഒരു രാജ്യങ്ങൾക്ക് നേരെയും നടത്താൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ മറ്റ് ലോകരാജ്യങ്ങളുടെ സപ്പോർട്ടോട് കൂടി ഇന്ത്യ നിരന്തരം ആക്രമിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടി 3 ഇടങ്ങളിലായി സ്ഫോടനം നടത്തിയതായാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു കാര്യം എടുക്കുകയാണെങ്കിൽ, ഈ ഒരു ദിനം വളരെ പ്രധാനപ്പെട്ട മണിക്കൂറുകളാണ് കടന്നു പോകുന്നത്. നമുക്കറിയാം, 11 മണിയോടുകൂടി തന്നെ സർവകക്ഷി യോഗം ആരംഭിക്കും. ഡൽഹിയിൽ പാർലമെന്റിലാണ് സർവകക്ഷി യോഗം ചേരുക. പ്രതിപക്ഷ നേതാക്കളൊക്കെ തന്നെയും പങ്കെടുക്കും. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയവരാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുക. ഈ ഒരു സമയത്ത് ഓപ്പറേഷൻ സിന്ദൂർ എങ്ങനെയാണ് നടപ്പാക്കിയത്, ഇതിലൂടെ എന്തൊക്കെ തകർക്കാനായി, ഇനി മുന്നോട്ടുള്ള നീക്കം എങ്ങനെയായിരിക്കും എന്നുള്ളത് ഈ ഒരു പ്രതിപക്ഷ നേതാക്കളൊക്കെയും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും. കൂടാതെ ഈ പ്രതിപക്ഷ സംഘടനകളൊക്കെയും പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തി ഈ ഒരു കാര്യം വിശദീകരിക്കണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത. കാര്യം, ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം സ്ഥിതിഗതികളെല്ലാം പ്രധാനമന്ത്രി നേരിട്ട് വിലയിരുത്തുകയും നടന്ന കാര്യങ്ങളൊക്കെയും രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനോട് വിശദീകരിക്കുകയും ചെയ്തിരുന്നു. ഇനി പാകിസ്ഥാൻ അതിനുശേഷം നിരന്തരമായ ആക്രമണമാണ് നമ്മുടെ ലൈൻ ഓഫ് കൺട്രോളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ എന്ന രാജ്യവുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളുണ്ട്. ഇവിടങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള ഷെൽ ആക്രമണമാണ് പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, പഹൽഗാം ആക്രമണം തുടങ്ങിയ സമയത്ത് അതിനുശേഷവും പാകിസ്ഥാൻ പ്രകോപനം തുടർന്നുകൊണ്ടേയിരുന്നു. പഹൽഗാം ആക്രമണത്തിൽ നഷ്ടമായത് 26 ജീവനുകളായിരുന്നു. ഇതിന് ഇന്ത്യ പകരം ചോദിക്കുമെന്ന് ആവർത്തിച്ച് പറയുന്ന സന്ദർഭത്തിൽ പോലും പാകിസ്ഥാൻ ഒരു ഭയം ഉണ്ടായിരുന്നു. പാകിസ്ഥാൻ ആ ഒരു ഇന്ത്യയുടെ മറുപടിയിൽ പോലും വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അതാണ് UN-ലാണെങ്കിൽ പോലും പാകിസ്ഥാൻ അഭയം പ്രാപിക്കുകയുണ്ടായി. അതിനുശേഷം നയതന്ത്ര മിന്നൽ ആക്രമണമാണ് ഇന്ത്യ നടത്തിയത്. സിന്ധു നദീജല കരാർ അടക്കം മരവിപ്പിച്ച് വെള്ളം കൂടി മുട്ടിക്കുന്ന തരത്തിൽ ഒരു നീക്കം നടത്തി. അതിനുശേഷം ഇന്നലെയായിരുന്നു രാജ്യത്ത് ഒരു മോക്ക് ഡ്രിൽ നടത്താൻ ഇന്ത്യ തീരുമാനിച്ചിരുന്നത്. ഈ ഒരു മോക്ക് ഡ്രില്ലിന് ശേഷമായിരിക്കും ഇന്ത്യ തിരിച്ചടിക്കുക എന്നായിരുന്നു പാകിസ്ഥാൻ അടക്കമുള്ള ആളുകൾ കരുതിയിരുന്നത്. എന്നാൽ ഈ ഒരു മോക്ക് ഡ്രില്ലിന് മണിക്കൂറുകൾക്ക് മുമ്പ് പുലർച്ചെ 1:05 കൂടിയാണ് ഇന്ത്യ തിരിച്ചടിച്ചത്. അതിനുശേഷം ഒരു മോക്ക് ഡ്രിൽ ഇന്നലെ രാജ്യത്തുടനീളം, സംസ്ഥാനത്ത്, കേരളത്തിലാണെങ്കിൽ ശരി തന്നെയാണ്, തിരുവനന്തപുരം, കൊച്ചി എന്നിടങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള മോക്ക് ഡ്രില്ലൊക്കെ നടത്തുകയുണ്ടായി. അതിനൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാൻ തിരിച്ചടിക്കുകയാണെങ്കിൽ പ്രത്യാക്രമണം നടത്തുക എന്നുള്ളത് ഇന്ത്യൻ്റെ ഭാഗത്തു നിന്നും എല്ലാം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നടത്തി കഴിഞ്ഞു. മേധാവി ഉപേന്ദ്ര ദ്വിവേദി അടക്കമുള്ള ആളുകൾ പറയുന്നത്, ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം പാകിസ്ഥാൻ ഉണ്ടാക്കിയാൽ തിരിച്ചടിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും സൈന്യത്തിന് കൊടുത്തു കഴിഞ്ഞു എന്നാണ്. ഈ ഒരു ഷെല്ലാക്രമണം എടുക്കുകയാണെങ്കിൽ പൂഞ്ചിലാണെങ്കിൽ പോലും 15 ജീവനുകളാണ് നമുക്ക് സലാമാബാദിലൊക്കെ 15 ജീവനുകളാണ് നഷ്ടമായത്. സാധാരണക്കാരുടെയും അതുപോലെ തന്നെ ഒരു സൈനികന്റെയും ജീവൻ നമുക്ക് നഷ്ടമായി ഈ ഒരു ഷെല്ലാക്രമണത്തിൽ. അതേ നാണയത്തിൽ തന്നെ ഇന്ത്യക്ക് തിരിച്ചടിക്കാൻ അറിയാം. പക്ഷേ സാധാരണക്കാരുടെ ജീവന് ഒന്നും സംഭവിക്കരുത്, ഒരു നാശനഷ്ടങ്ങൾ ഉണ്ടാകരുത് എന്ന കണക്കുകൂട്ടലിലാണ് 15 ദിവസമെടുത്ത് 21 ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യം വയ്ക്കുന്നു. അതിൽ 9 ഭീകര കേന്ദ്രങ്ങൾ തകർക്കുന്നു. അതിലുള്ളതാണ് ഈ
നമുക്കറിയാം മൗലാന മസൂദ് അസറിന്റെ ഒളിത്താവളം വരെ തകർക്കുന്ന ഒരു കാഴ്ചയുണ്ടായി. അവിടെ അദ്ദേഹത്തിന്റെ 10 കുടുംബാംഗങ്ങളും 4 കൂട്ടാളികളുമാണ് കൊല്ലപ്പെടുന്നത്. സഹോദരിയും സഹോദരിയുടെ ഭർത്താവും മകളും മരുമകനും അടക്കം കുടുംബാംഗങ്ങളും 4 കൂട്ടാളികളുടെയും ജീവൻ നഷ്ടമാകുന്നു. മൗലാന മസൂദ് അസർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതിനേക്കാളും നല്ലത് തൻ്റെ ജീവൻ എടുക്കുന്നതായിരുന്നു നല്ലത് എന്ന് അദ്ദേഹം പോലും പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാൻ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ അതിനുശേഷം കേട്ട ഏറ്റവും വലിയ ശബ്ദം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കരച്ചിലാണ് എന്ന് വരെ കളിയാക്കി സമൂഹ മാധ്യമങ്ങളിൽ, ദേശീയ മാധ്യമങ്ങളൊക്കെ ഈ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇനി വരാൻ പോകുന്ന മണിക്കൂറുകൾ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഉണ്ടാകുമോ എന്നാണ് നോക്കുന്നത്. പഞ്ചാബ് അതിർത്തിയിൽ ഒരു യുദ്ധവിമാനം പറക്കുന്നതായും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഒരു യുദ്ധവിമാനം പറന്നു വന്നതായും അതേസമയം നമ്മുടെ അതിർത്തി വിട്ട് അത് ഇപ്പുറത്തേക്ക് പറന്നു വന്നില്ല എന്നും നിരീക്ഷണ പറക്കൽ നടത്തുന്നതായും ഇന്ത്യൻ സേന സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഏതെങ്കിലും വിധേന അതിർത്തി കടക്കുകയാണെങ്കിൽ വെടിവെച്ചിടാനുള്ള എല്ലാ നിർദ്ദേശങ്ങളും ഇപ്പോൾ നൽകി കഴിഞ്ഞിരിക്കുന്നു. രാജ്യം എന്തായാലും സുസജ്ജമാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു മിന്നലാക്രമണമാണെങ്കിലും ശരി തന്നെയാണ്, മറ്റു രീതിയിലുള്ള ഏതെങ്കിലും ഒരു ആക്രമണം നടത്തിയാലും നേരിടാൻ നമ്മുടെ സൈന്യം സജ്ജമാണ്.